ശ്രീ ടി.പി. ജയചന്ദ്രൻ ഇന്ന് നടന്ന സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദം ഫേസ്ബുക്കിലൂടെയുള്ള ഖേദപ്രകടനം അത് കൃത്യമായ ഖേദപ്രകടനമല്ല എന്ന അഭിപ്രായം അതിശക്തമായി ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചത്. 7 മണിക്കുണ്ടായ ചർച്ചയിൽ അദ്ദേഹം വളരെ വിശദമായ കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിലപ്പുറം കൂടുതൽ എന്ത് കാര്യം ചെയ്യണമെന്നാണ് BJP കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്? സ്മൃതി, ഗ്യാരണ്ടി ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്പർ 1 ആണ് കേരളം. നമ്പർ 1 കേരളത്തിൽ ഒരു മാർക്സിസ്റ്റുകാരനാണ് മുഖ്യമന്ത്രി. ഇന്ന് അതിക്രൂരമായി വേട്ടയാടിയത് മറ്റൊരു മാർക്സിസ്റ്റുകാരനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടോ അദ്ദേഹത്തിൻ്റെ വാക്കുകളോടോ കേരളം അനുകൂലം പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ ആളുകളും അതിനോട് വിയോജിച്ചത് തന്നെയാണ്. പക്ഷേ സ്മൃതി, അദ്ദേഹത്തിന് കേരളത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഇതിനെ അപലപിക്കാതിരിക്കാൻ മാർക്സിസ്റ്റുകാർക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമില്ല സ്മൃതി. കാരണം ഒരു കാലഘട്ടത്തിൽ ഇത് ഞങ്ങളായിരുന്നു കേരളത്തിൽ അനുഭവിച്ചിരുന്നത്. അന്ന് കേരളത്തിലെ ഞങ്ങൾ എതിർക്കുന്നവരൊക്കെ ഓർക്കുന്നോ നിങ്ങൾ? ഒരു RSSകാരനെ പുഴയിൽ എറിഞ്ഞു കൊന്നപ്പോൾ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചത്തത് RSS അല്ലടോ നിങ്ങൾക്കെന്താ എന്ന് പറഞ്ഞാൽ സ്വയം വിധി പ്രഖ്യാപിക്കാനും സ്വയം വിചാരണ നടത്താനും സ്വയം കൊല്ലാനും നടപ്പിലാക്കാനുമുള്ളവരാണ്. നോക്കൂ, രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടാകാം. ഷുക്കൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വിചാരണ നടത്തി മൊബൈൽ ഫോണിൽ ഫോട്ടോ അയച്ച് വിചാരണ നടത്തിയിട്ടാണ് ക്രൂരമായി കൊന്നത്. അന്നും സാംസ്കാരിക കേരളം ഒരർത്ഥത്തിൽ പ്രതികരിച്ചില്ല. വർഗീയതയ്ക്കെതിരെയൊക്കെ പറയുന്ന ആളുകൾ ഇന്ന്, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഇതേ നാദാപുരത്താണ് അതിക്രൂരമായ അല്ലെങ്കിൽ വളരെ വേദനാജനകമായ വർഗീയ സംഘർഷമുണ്ടായത്. നിസ്കാര പായയുടെ കഥയും അതിൻ്റെ പേരിൽ ഒരു ജീപ്പ് ഡ്രൈവർക്ക് സംഭവിച്ച ജീവഹാനിയും അതിന്റെ പ്രതികരണങ്ങളുമൊക്കെ അടങ്ങി വരികയാണ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥി വരുന്നു, അയാൾ ദീനിയുടെ സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിക്കുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, മറ്റൊരാൾ കാഫിറായി പറയുന്നു. സങ്കടം. ഇതൊക്കെ BJPയുടെ പേരിലാണ് പലരും ചാർത്തുന്നത്. ശരി, ഇത് ചാർത്തുന്നത് BJPയുടെ പേരില്ല. പക്ഷെ ഇവിടെ മതേതരത്വത്തിന്റെ ശീലാവതിമാരാണ് ഈ നീചത്തെ അധമത്വത്തിന് കൂട്ടുനിൽക്കുന്നത്. നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ സ്മൃതിയെ ഞാൻ അത്ഭുതപ്പെട്ടു. ആദ്യഘട്ടം എത്ര സഹിഷ്ണുതയാണ് സ്മൃതി കേട്ടിരുന്നത്. ഇതൊരു BJP അനുഭാവിയുടെ എങ്ങാൻ വായിന്നാണെങ്കിൽ അപ്പം സ്മൃതി ചാടി ഇടപെടുമായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രയോഗിച്ച വാക്കുകൾ എത്രമാത്രം നിന്ദ്യമാണ്. ഹരിഹരന് പകരം വെക്കാൻ അദ്ദേഹത്തോട് മത്സരിക്കുകയായിരുന്നു അദ്ദേഹം ഇറങ്ങിപ്പോയി ഞാൻ വിമർശിക്കുന്നില്ല. ഏതായാലും അപലപനീയമാണ്. കേരളത്തിലെ തകർന്ന തരിപ്പണമായ കേരളത്തിലെ ക്രമസമാധാനം, ജീവിത പ്രയാസം, കേരളത്തിലെ ധാർമ്മികത, കേരളത്തിലെ പൊതുജീവിതം, ഇതിനേക്കാൾ കേരളം അധപ്പതിക്കാൻ എന്തുമാത്രമുണ്ട്? ഇവരുടെ ഗ്യാരണ്ടിയാണ് സ്മൃതി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ Debate with Smriti Parithikad.